നമുക്ക് ഈസി ആയിട്ട് ഇഡ്ഡലി ചെമ്പിൽ മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ തൊലിയോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് ഇതേപോലെ നന്നായിട്ട് കത്തി കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ. മസാലക്കുള്ളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മസാല തേച്ച് വെക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഒരു ഇഡ്ഡലി ചെമ്പ് എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ സ്പൈസുകളും ഒരു സവാള നീളത്തിലരിഞ്ഞും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളകും ഒരു ഉണക്കനാരങ്ങയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ഒരു തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ചിക്കൻ ക്യൂബും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ട് മസാല വെച്ച് വെച്ചിരുന്ന ചിക്കൻ വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ആവി വരുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 20 മിനിറ്റ് ഒന്ന് വെച്ചാൽ നമ്മുടെ ചോറും ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ചിക്കൻ മാറ്റിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് കണ്ടില്ല, നല്ല അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പുകമണത്തിന് വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള മന്തിയാണ് കേട്ടത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിലുണ്ട് കേട്ടോ.